അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യൽ ഉസ്താദ്, എനിക്ക് ഇങ്ങനെ ചുളിവ് കൂടി സ്വർഗത്തിൽ പോകുമ്പോൾ വല്ല വഴി ഉണ്ടാന്ന് നോക്കിയത്. കാരണം റമദാനിലെ അവസാനത്തില് നമ്മളെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ ഒരു ഫാത്തിഹന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യും എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നുള്ളത് മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മളെ ഒരു പുതിയാപ്പിള ഒരു വീട്ടിക്ക് പുതിയാപ്പിളന്റെ തേട്ടത്തിന് വിരുന്നിന് വിളിച്ചു. ഒരു 10 ആള് പുതിയാപ്പിളന്റെ കൂടെ ഉണ്ട്. അതിൽ 5 ആള് മോശപ്പെട്ട ആളാണ്. അപ്പോ എന്താണ് പുതിയാപ്പിള അമ്മസാ വീട്ടുകാരന് ഈ 5 ആളെ മാറ്റി നിർത്തിയിട്ട് നല്ല 5 ആളെ മാത്രം വിളിക്കൂല. അപ്പൊ മോശപ്പെട്ട 5 ആളെ കൂടി ആ കൂട്ടത്തിൽ വീട്ടിലേക്ക് ക്ഷണിക്കും. ഇതുപോലെയാണ് നാളെ മഹ്ശറയിൽ അള്ളാഹു നമ്മൾ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാം. ഇങ്ങനെ ഫാത്തിഹയ്ക്ക് ഒരു അർത്ഥം ഏതെങ്കിലും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് പയ്യോളി ഉസ്താദ് ഇത് പണ്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ആ കാലത്ത് പഴയ കാലത്ത് ശംഖസ്ഥാനം തൊട്ടാ ഒന്ന് മുറിയൊന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോ പെണ്ണ് കേട്ടത് എന്താണ്? ചന്തസമാനം തൊട്ടാ മുറിയുമെന്നാണ്. എന്ന മാതിരിയാണിപ്പോ കരീം എന്ത് ചെയ്തത് കേട്ടത്. മനസ്സിലായോ? അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത്. കരീമേ നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞ അങ്ങനെ ബോധ്യപ്പെടുത്തി തരാം നിങ്ങളെ കേട്ടാ. ഉസ്താദ് പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങളെപ്പോ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നഅ്ബുദു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മലയാളം ഞാൻ മൈക്ക് വിട്ടു. ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഈ ഞങ്ങൾ എന്ന് പറയുമ്പോ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാ? നിങ്ങളെ കൂടെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നുള്ള പ്രയോഗം നടത്തല്. ഇല്ലേ? മലയാളത്തിൽ അങ്ങനെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഞങ്ങൾ എന്ന് പറയല് കൂടെ ആളുണ്ടാവുമ്പോഴാണല്ലോ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഞങ്ങൾ എന്നാണല്ലോ പ്രയോഗിക്കണത്. ഈ ഞങ്ങൾ ആരാ? അങ്ങോട്ട് പറഞ്ഞാട്ടെ കരീം, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് മരിച്ചുപോയ അമ്പിയാക്കളും മൗലിയാക്കളും ആരാണെന്ന് ഏത് മുഫസ്സിറാണ് പറഞ്ഞത് എന്നാണ്? അല്ല, അത് ഞങ്ങൾ പറഞ്ഞുതരാം. ഈ ഞങ്ങൾ ആരാണ്? നിങ്ങൾ പറയണ ഞങ്ങളുണ്ടല്ലോ, അതാരാണെന്നൊരു പറയുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം. ഈ ഞങ്ങൾ എന്ന് പ്രയോഗിക്കണുണ്ടല്ലോ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും എല്ലാരും അങ്ങനെ തന്നെയല്ലേ ഓതല് സുഹൃത്തുക്കളെ? അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ ഇയ്യാക അഅ്ബുദു എന്ന് മുഫ്രദ് മുത്തക്കല്ലിമായിട്ടല്ലല്ലോ പ്രയോഗിക്കാറുള്ളത്. ജംഉ മുത്തക്കല്ലിമന്നല്ലേ ഉപയോഗിക്കല്. നഅ്ബുദു, നസ്തഈനു, ഇഹ്ദിന എന്നിങ്ങനെ ബഹുവചനമായിട്ടാണ്, പ്ലൂരലായിട്ടാണല്ലോ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും പ്ലൂരലായിട്ടാണല്ലോ ഉപയോഗിക്കാറുള്ളത്. ഈ ഞങ്ങൾ എന്ന് നിങ്ങൾ മുജാഹിദീങ്ങൾ വെറ്റി കരീം നിസ്കരിക്കുമ്പോ ഞങ്ങൾ എന്ന് പറയുമ്പോ ഈ ഞങ്ങൾ ആരാ? അങ്ങോട്ട് പറഞ്ഞു തന്നാ മതിയെന്ന്. അപ്പൊ നമുക്ക് നോക്കാതില്ലേ മരിച്ചവരുണ്ടോ ജീവിച്ചിരിക്കണവരാണോ ആരാണോ എന്നുള്ളത്. ഞങ്ങൾ എന്ന് പറഞ്ഞ ബഹുവചനം, ഈ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? കരീം ഒറ്റക്ക് നമസ്കരിക്കണത്. അപ്പോഴും കരീം പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഞങ്ങൾ ആരാ? അത് പറയും. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ എല്ലാ ഞാൻ ചോദ്യം ചോദിച്ചതിൽ പിന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുക ഉസ്താദ്. ഞാൻ ചോദിച്ചു മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളുമാണ് എന്ന് ഖുർആനിൽ ഏത് ആയത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയ ആ ആയത്തെന്ന് പറഞ്ഞു തരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ആയത്തിനാണ് നഅ്ബുദു എന്ന് പറഞ്ഞ ഞങ്ങൾ എന്ന് പറഞ്ഞില്ല. എന്താണ് കരീമേ? കരീമേ ഞങ്ങൾ എന്ന് പറഞ്ഞല്ലോ നിങ്ങള്. ആ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരാണെന്ന്, നിങ്ങൾ കൂടെയുള്ള ആളുകൾ ആരാണെന്ന് ആ ഞങ്ങൾ എന്ന് നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടല്ലോ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇയ്യാക അഅ്ബുദു എന്നല്ലല്ലോ പറയുന്നത്. ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നതല്ലോ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്. ഞങ്ങൾ സഹായം ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. ഈ ഞങ്ങൾ എന്ന് കരീം പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? അങ്ങോട്ട് പറഞ്ഞോളൂ. അതെന്നെ തെളിവ്. ഇയ്യാക്ക ഞങ്ങളെ തെളിവ് അതന്നെ. മനസ്സിലായില്ലേ? ഖുർആനിൽ ഏതായത്താ വെച്ചില്ലേ? ഈ ആയത്ത് തന്നെ. നഅ്ബുദു നസ്തഈനു ഇഹ്ദിന. കണ്ടോ? ഈ ഞങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും കരീം പറയുന്നുണ്ടല്ലോ. അത് ആരാണ് ഈ ഞങ്ങൾ? കരീമിന്റെ കൂടെയുള്ളവർ ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പോൾ വ്യക്തമാവും ആരാണത് എന്ന്. ഓക്കെ? അപ്പൊ എന്നിട്ട് പിന്നെ കരീം എന്ത് ചെയ്യാണ്? അങ്ങോട്ട് ചോദിക്കാണ്. ഇങ്ങോട്ട് ചോദിക്കാണ്. അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. കാന്തപുര ഉസ്താദ് പറഞ്ഞ രീതിയിലല്ല കരീം പറഞ്ഞത്. അവിടെ തന്നെ ഒന്ന് വളച്ചു കൂട്ടിയിട്ടാണ്. ഓക്കെ. എന്നിട്ട് ഇപ്പൊ അത് അങ്ങോട്ട് ചോദിച്ചോ, ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഞങ്ങളിങ്ങനെ പറയും ദുരാരോപണം. ഞങ്ങൾ ഉസ്താദുമാര് പറയാത്തതും സുന്നികൾ വിശ്വസിക്കാത്തതും ഒക്കെ ഇങ്ങനെ പറയും. അപ്പൊ തിരിച്ചിങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അത് ഇങ്ങനെ ഉത്തരം പറഞ്ഞോളാം.
അത് നടക്കൂലല്ലോ കരീം, ഇതൊരു ചർച്ചയല്ലേ. കരീം ഇന്ന് നടാളെ വരുമല്ലോ SDBയില്, പണ്ടും പലപ്പോഴും വന്നിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പൊ കരീമിനോട് അങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ ഖുർആൻ ആയത്തോ ഹദീസ് ഒന്നും ചോദിക്കണില്ല. കരീമിനോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഞങ്ങൾ എന്ന പ്രയോഗം ആരെ ഉദ്ദേശിച്ചാണ്? ആരാണ് നിങ്ങളെ കൂടെ ഉള്ളത്? അതുകൊണ്ട് പറഞ്ഞോളൂ. അത് പറഞ്ഞ വിഷയം കഴിഞ്ഞു. ഞാൻ മൈക്കൂട്ടു. ഒരിക്കൽ കൂടി കരീമിന്, ഈ ഞങ്ങൾ ആരാണ്? ഞാൻ മൈക്കൂട്ടു. കേൾവിക്കാർ സാർ, ഞാൻ പറഞ്ഞെന്താണ്, കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഉദാഹരണ സഹിതം പറഞ്ഞു, ഇങ്ങനെ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ. ആ പറഞ്ഞതന്നെ ആവർത്തിച്ചതുകൊണ്ട് കാര്യമായില്ല കരീമേ. നിങ്ങൾ പറഞ്ഞല്ലോ ഇയ്യാക്കൻ അഅ്ബുദു എന്നതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. ഞാൻ പറയുന്നു, കരീം ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ, അതാരാണെന്ന്. ഞാൻ മലയാളമല്ലേ ചോദിക്കുന്നത്, സുഹൃത്തുക്കളെ എല്ലാവർക്കും തിരിയണില്ലേ? എല്ലാവർക്കും തിരിയുന്നില്ലേ? ഇദ്ദേഹം പറഞ്ഞു എന്ത്, ഇയ്യാക്കൻ അഅ്ബുദു എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. കരീം ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ അങ്ങനെയല്ല, ഞാൻ ഇയ്യാക്കൻ അഅ്ബുദു എന്നാ ഓതലെന്ന്. എന്നാ വിഷയം കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് വേറെ ആയത്ത് തരിക തെളിവിന്. മനസ്സിലായോ? അതുണ്ടെങ്കിൽ അത് പറയട്ടെ. അത് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞത്, ഈ ഞങ്ങൾ ആരാണ്? സ്വാഭാവികമായി ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഈ പള്ളിയിലാവട്ടെ റൂമിൽ നിന്നാവട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും മുസ്ലിമീങ്ങൾ നമ്മളൊക്കെ ഓതൽ എന്താണ്? നഅ്ബുദു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു, ഞങ്ങൾ നീ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നല്ലേ. അപ്പോ ഈ ഞങ്ങൾ എന്നുള്ളത് ആരാണ്? കരീമനെ പറഞ്ഞു ഞങ്ങൾ എന്നാണ്. ഈ ഞങ്ങൾ ആരാണ് എന്ന വളരെ വ്യക്തമായ മലയാളമാണ് എന്ത് ചെയ്തത് ഞാൻ ചോദിച്ചത്. സിമ്പിളാണ് കാര്യം. അത് പറയാൻ കരീം കൂട്ടാക്കുന്നില്ല. ഒരിക്കൽ കൂടി കരീമിന് ഞാൻ മൈക്ക് കൊടുത്തു നോക്കുകയാണ്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പറയാൻ. കരീം ഒറ്റക്കാവുമ്പോ ഞങ്ങളെന്ന് പറയില്ലല്ലോ. മലയാളത്തിൽ അങ്ങനെ പറയാറുണ്ടോ സുഹൃത്തുക്കളെ? ഒറ്റക്കാവുമ്പോ ഞങ്ങൾ വന്നു, ഞങ്ങൾ പോയി, ഞങ്ങൾ കേട്ടു എന്ന് പറയുമ്പോ കൂടെ വേറെ ആരോ കൂട്ടിയിട്ടാണല്ലോ പറയണത്, ഇല്ലേ? അപ്പൊ കരീം ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഞങ്ങൾ എന്ന് കരീം പ്രയോഗിച്ചല്ലോ. ആ പ്രയോഗം, ആ ഞങ്ങൾ എന്നത് കരീമിന്റെ കൂടെ വേറെ ആരെ കൂട്ടിയിട്ടാണ് ആ ഞങ്ങൾ എന്ന് പ്രയോഗിച്ചത്? അതൊന്നും പറഞ്ഞു തന്നാ മതി. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി കേൾവിക്കാർ ഉസ്താദ്, ഞാൻ ചോദിച്ചു കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞത് ഏത് മുഫസ്സിറിന്റെ? അത് ഞാൻ മുഫസ്സിർ ഇപ്പൊ പറഞ്ഞുതരാം. മുഫസ്സിർ ഇപ്പൊ കരീമനാവും. കരീമിനെ തന്നെ ഞങ്ങൾ മുഫസ്സിറായി അംഗീകരിക്കാൻ പോവാണ്. അതിനാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കരീമെന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ എന്നുള്ളത്. ആ ഞങ്ങൾ ആരാന്ന് പറഞ്ഞാൽ കരീമെന്നെ മുഫസ്സിറാവും. വേറൊരു മുഫസ്സിറിന്റെ ആവശ്യം വരുന്നില്ല. തഫ്സീറൊക്കെ ഉണ്ട്, തഫ്സീറുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദുമാർക്കൊക്കെ അറിയാം. അതൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ തൽക്കാലം വേറെ മുഫസ്സിറിന്റെ ആവശ്യമില്ല. ഇപ്പൊ കരീമെന്നെ മുഫസ്സിറായല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് എന്നൊന്നുകൊണ്ട് പറഞ്ഞാൽ ക്ലിയറായി, വിഷയം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടും അദ്ദേഹം അത് പറയുന്നില്ല. ഇനി ഒരിക്കൽ കൂടി ഞാൻ കൊടുത്തു നോക്കട്ടെ, എന്താണ് ശ്രോതാക്കളുടെ അഭിപ്രായം. കരീമിന് ആ ഞങ്ങൾ എന്നുള്ളത് ആരാമെന്ന് അദ്ദേഹം പറയുമെന്ന് നമ്മൾ നോക്കുക അല്ലേ? ഒന്നും കൂടി കൊടുത്തു നോക്കുക അല്ലേ? ഓക്കെ. അത് പറയാത്തോണ്ടാണ് മൈക്ക് വാങ്ങുന്നത്. അതിന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പ്രസംഗിച്ചോട്ടെ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്നവരാണ്, എന്റെ കൂടെ ഇന്ന ആളുകളൊക്കെ ഉണ്ട്, അവരുദ്ദേശിച്ചിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. ഇനിയുണ്ട് അതുപോലെ ഞങ്ങൾ എന്നുള്ള പ്രയോഗം ഒരുപാട് അതിലുണ്ട്. അത്തയ്യാത്തിനുമില്ലേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഇല്ലേ? ഉണ്ട്, അവിടൊക്കെ ഉണ്ട്. അതിന്റെ ലാസ്റ്റ് ചാൻസ്, ഒരു ചാൻസ് കൂടി കരീമിന് കൊടുക്കുകയാണ്. കരീം പറഞ്ഞ ഞങ്ങൾ എന്ന് പ്രയോഗിച്ച് ആ ഞങ്ങൾ ആരാണ്? ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് ഉസ്താദ് ഞാൻ ചോദിക്കേണ്ടത്. ആരാണ് ഇത് മരിച്ചുപോയ മഹാന്മാർ അമ്പിയാക്കൾ ഔലിയാക്കളാണ് എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. കാന്തപുരം പറഞ്ഞത് ശരിയാണോ? ഏത് അല്ല, അത് ശരിയാണോ അല്ല എന്നുള്ളത് ഇപ്പൊ കരീമിന് ബോധ്യപ്പെട്ടല്ലോ. ഏതായാലും അൽഹംദുലില്ലാ. സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി മൈക്ക് കൊടുക്കണ സുഹൃത്തുക്കളെ, ഇനി ഇദ്ദേഹത്തിന് ഇതിന് മൈക്ക് കൊടുക്കണ. നിങ്ങളെ അഭിപ്രായം? ശ്രോതാക്കളാണുള്ളത് സഹിക്കണത്. ഞാൻ പറയണതും കരീം പറഞ്ഞതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കണത് ഈ കേൾവിക്കാരാണല്ലോ. അപ്പൊ അവരെ അഭിപ്രായം നമ്മൾ അറിയണല്ലോ.
വേണ്ടാന്ന് തന്നെയാണ് എല്ലാരും അടിക്കണത്, കണ്ടില്ലേ? അപ്പൊ ഏതായാലും കരീമിന് ഇപ്പൊ ബോധ്യപ്പെട്ടു എന്ത്? എ പി ഉസ്താദ് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഞങ്ങൾ എന്ന് പ്രയോഗിക്കുന്നുണ്ടല്ലോ ഒറ്റക്ക് നിക്കരിക്കുമ്പോഴും. അപ്പൊ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് കേട്ടാ. അതാണ് അതുകൊണ്ട് പറയാൻ എന്തുണ്ട് കരീമിന് ബുദ്ധിമുട്ട്. പിന്നെ അത് മരിച്ചോര് വിടുവോ എന്നുള്ളതാണ്. അത് വിടൂല എന്നുള്ളത്, അത് ഞങ്ങൾ എന്നുള്ളത് നിങ്ങൾ അതിന്റെ ആ ഞങ്ങൾ ആരാ നിങ്ങളോട് പറഞ്ഞു തന്നാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, നമുക്ക് നോക്കാം. ഇതിനൊന്നും എന്തുണ്ടാ, വേറെ രേഖയിൽക്കൊന്നും പോണ്ട കരീമേ കേട്ടാ. ഒരല്പം അന്നം തിന്നണ ബുദ്ധി ഉണ്ടായാൽ മതി. നമ്മളെ മലപ്പുറത്ത് പറഞ്ഞേ ചോറ് തിന്നണ ബുദ്ധി ഉണ്ടായാൽ മതി, മനസ്സിലായില്ലേ? എന്നാ അതൊക്കെ തിരിയും. ഇപ്പൊ കരീമിനും എന്ത് ചെയ്തു, സംഗതി മനസ്സിലായി. അപ്പോ വിശുദ്ധ ഖുർആനിന് മുഫസ്സിരീങ്ങൾ പറയാത്ത ഒരു വ്യാഖ്യാനവും കാന്തപുരം ഉസ്താദ് എന്ന് മാത്രമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതനും പറയില്ല, പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് അത്തരം തട്ടിപ്പൊന്നും സുന്നി പ്രവർത്തകരുടെ മുമ്പിൽ SGV-യിൽ പ്രത്യേകിച്ചും വിലപ്പോവൂല എന്ന് കരീമിന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള ആളോ. ഇപ്പൊ വീണ്ടും ബോധ്യപ്പെട്ടല്ലോ, അൽഹംദുലില്ലാ. പയ്യോൾ ഉസ്താദ് കേൾക്കുന്നുണ്ടാ? മലയാളിക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി നേരത്തെ ഇതുപോലെ തന്നെ കുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കണേന് തെളിവ് വെച്ചിട്ട് ഇതുവരെ അദ്ദേഹം തെളിവ് പറഞ്ഞോ? തെളിവുണ്ട് എന്നൊക്കെ അദ്ദേഹം അടിച്ചിരുന്നു. പക്ഷേ തെളിവേറ്റ് വന്നില്ലല്ലോ, തെളിവ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തേറ്റ് പറഞ്ഞിരുന്നോ സുഹൃത്തുക്കളെ? ഞാൻ കുറച്ച് സമയം ഡെസ്കിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലേ? മാഷാ അല്ലാ. ശരി, ഓക്കെ. അപ്പൊ അതാണ് സ്ഥിതി. ഏതായാലും ഇൻഷാ അല്ലാ പയ്യോളി ഉസ്താദ് കേൾക്കണ്ട. ഉസ്താദ് കേൾക്കണ്ടെങ്കിൽ ഒന്ന് ഉസ്താദ് മൈക്കിലേക്ക് വന്നാൽ ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോഴും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടാനുള്ള ആയത്താണുള്ള ആരാണ് തഫ്സീർ എന്ന് പറഞ്ഞില്ല. അന്ന് കേട്ട തിരക്കല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാന്മാരെ വിളിച്ച് സഹായം തേടാനുള്ള ആയത്താണ് ഇത് എന്ന് AP ഉസ്താദ് പറഞ്ഞതായിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് കേൾപ്പിക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു തരാം, അതിന് തെളിവ് പറഞ്ഞുതരാം. മനസ്സിലായോ? എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, ചന്തസമ്മാനം തൊട്ടാ ഉളുമുറിയെന്ന് പണ്ട് പെണ്ണ് കേട്ടു എന്ന് അറിഞ്ഞില്ലേ? അതുപോലുള്ള കേൾവിയാണ് AT കരീമിന്റെ. ഈ ആയത്ത് മഹാന്മാരെ വിളിച്ച് സഹായം തേടാനുള്ള ആയത്താണ് എന്ന് AP ഉസ്താദ് പറഞ്ഞതൊന്നുകൊണ്ട് കേൾപ്പിച്ചോളൂ ഇൻഷാ അല്ലാ. അപ്പൊ ഞങ്ങളത് അതിനുള്ള തെളിവും പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ഞാൻ മൈക്കൂട്ട് ഏതായാലും പയ്യോളി ഉസ്താദ് മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ക്ലിപ്പ് നിങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാവില്ല? കാന്തപ്രസാദിന്റെ അല്ല, ഞങ്ങളെ അടുത്തുണ്ടാവും. ഞങ്ങളെ അടുത്തുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി തെളിവിനല്ല. നിങ്ങൾ ഇതിന് വരുമ്പോ നിങ്ങളല്ല അതിന് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ ഞങ്ങളെ തല്ലാൻ വരുമ്പോ നിങ്ങളെ തല്ലാൻ വടി ഞങ്ങൾ തന്നെ തരണം എന്ന് പറഞ്ഞാല് അത് വടിയൊക്കെ ആയിട്ട് ആയുധമൊക്കെ ആയിട്ട് നിങ്ങളല്ലേ വരേണ്ടത് AT കരീമേ. അപ്പൊ AT കരീം അതേറ്റുണ്ട് വരി. അപ്പൊ ഞങ്ങൾ കളിപ്പിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ SGV-യിലേക്കല്ലേ വന്നത്? SGV-യിൽ നടാളെ വരുന്ന ആളൊന്നും അല്ലല്ലോ. SGV-യിൽ വരുമ്പോ എന്ത് വേണം, പറഞ്ഞതിന് തെളിവേറ്റ് വരണം. അപ്പൊ ഈ ആയത്ത് അതിനുള്ള ആയത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞ് ഞങ്ങളോട് കേൾപ്പിച്ചാൽ ഇൻഷാ അല്ലാ അപ്പൊ ഞങ്ങൾ അതിനുള്ള തഫ്സീർ ഞങ്ങളാൾ കാണിച്ചു തരും കേട്ടാ. അല്ലാതെ ഇപ്പൊ നേരത്തെ ഇവിടെ മറ്റേ ഈ ആരേനി നമ്മളെ പള്ളിയകത്തോ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം, അതിനും തെളിവ് ഞങ്ങൾ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാല് അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ഓക്കെ, ഏതായാലും പയ്യോളി ഉസ്താദ് മൈക്കൊടുക്കും, ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. അതാ നമ്മളെ AT കരീം പോയാ ആ താപ്പിൽ AT കരീം സ്ഥലം വിട്ടല്ലോ. ഏതായാലും ഇപ്പൊ AT കരീമിന് ബോധ്യപ്പെട്ടു, സംഗതി ഇപ്പൊ AT കരീമിന് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ മൂപ്പര് മുജാഹിദിന്റെ മൗലവിമാരെ എടുത്തിട്ട് പോയിട്ട് അന്വേഷിക്കും എന്ത്, അല്ല നമ്മളിപ്പോ ഈ ഒറ്റക്ക് കയറിക്കുമ്പോ എന്തിനായി നാബുദു എന്ന് പറഞ്ഞ ഞങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആബുദു എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നാബുദു എന്ന് പറയുമ്പോ ആരാണ് നമ്മളെ കൂടെ ഉള്ളത്, നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ആ പറയണത് എന്നുള്ളതൊക്കെ ഇനി അദ്ദേഹം ചോദിച്ചു പഠിച്ചു വരും ഇൻഷാ അല്ലാ. ഇപ്പൊ ഏതായാലും അദ്ദേഹത്തിന് തൽക്കാലം കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് മനസ്സിലായോ? അതാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഉദാഹരണവും പറഞ്ഞു എന്നാ കരീമ് പറഞ്ഞത്. എന്ത്, സദ്യക്ക് ക്ഷണിച്ചാല്, സദ്യന്നോ എന്തോ ഒരു സൽക്കാരത്തിന് അല്ലേ, സൽക്കാരത്തിന് ക്ഷണിച്ചു പുതിയാപ്പിളിനെ. ആ പുതിയാപ്പിള വരുന്ന കൂട്ടത്തില് കൂടെയുള്ളവരുടെ കൂട്ടത്തിൽ ഈ വീട്ടുകാരനുമായിട്ട് അമ്മോച്ചനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന, തെറ്റായി നിൽക്കുന്ന, ഒറ്റക്ക് ചെന്നാൽ വീട്ടിൽ കയറാൻ സമ്മതിക്കാത്ത
ഒരു വ്യക്തിയും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായും പുതിയാപ്പിളുടെ കൂട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെയും മാന്യമായി സ്വീകരിക്കും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? സുഹൃത്തുക്കളെ, എനിക്ക് ആ പ്രസംഗം ഇതായിട്ട് കേൾക്കാൻ അതെ അങ്ങനെ തന്നെയാണ്. അതെ അതെ. അപ്പൊ എന്നതുപോലെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ എല്ലാം ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ ആ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ എന്റെ അമലും സ്വീകരിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ അവരും കൂടി കൂട്ടി പ്രയോഗിക്കുമ്പോൾ അല്ലാഹു തആല അത് സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞാൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, എന്നെ നിർമാർഗത്തിലാക്കണേ, എന്നെ നിർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകളൊക്കെ അതിൽ ഉദ്ദേശിച്ചു. ആ സജ്ജനങ്ങളായ അടിമകൾ ഉദ്ദേശിക്കുമ്പോൾ അത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എന്നുള്ള വ്യത്യാസമില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ എല്ലാ അടിമകളും അതിൽ പെട്ടു. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അന്നം തിന്നുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യണാണ്? മനസ്സിലാവണാണ്. അതിപ്പോ ഏതായാലും കരീമിനും എന്ത് ചെയ്തു? തൽക്കാലം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് മൂപ്പരെന്ത് ചെയ്തത്? പോയിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പിന്നീട് അദ്ദേഹം വരും മറ്റേതെങ്കിലും ഒരു വിഷയമായിട്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ മലയാളി മൈക്കെടുത്താൽ നിങ്ങൾ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ അത് സംബന്ധമായി പിന്നെ നിങ്ങൾ പ്രസംഗിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.